നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി രാഹുൽ ആർ, 31 വയസ്സ്, പൂരാടം നക്ഷത്രം, 169 സെന്റിമീറ്റർ ഹൈറ്റ്, 76 kg വെയിറ്റ്. ഇദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ MBA ഫിനാൻസ്, BCom MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അച്ഛൻ രാജൻ ജി, അമ്മ മായ രാജൻ. ഒരു സിസ്റ്ററുണ്ട്. അവർ മാരീഡ് ആൻഡ് സെറ്റിൽഡ് ആണ്. അവർ എറണാകുളത്ത് എടപ്പള്ളി നോർത്തിലാണ് അവർ താമസിക്കുന്നത്. ഈ കുട്ടി വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂർ ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരിക്കൽ കൂടെ രാഹുൽ ആറിൻ്റെ കാര്യങ്ങൾ പറയാം. 31 വയസ്സ്, പൂരാടം നക്ഷത്രം, 169 സെന്റിമീറ്റർ ഹൈറ്റ്, 76 kg വെയിറ്റ്. MBA ആണ് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ. BCom MG യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പാസ്സായിരിക്കുന്നത്. വർക്ക് ചെയ്യുന്നത് ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് ലിമിറ്റഡ് ബാംഗ്ലൂരിലാണ്. ലൊക്കേഷൻ ബാംഗ്ലൂരാണ് ഈ കുട്ടി വർക്ക് ചെയ്യുന്നത്. എറണാകുളത്ത് എടപ്പള്ളിയിലാണ് ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. പാരൻസ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് എറണാകുളത്ത് എടപ്പള്ളിയിലാണ്. അച്ഛൻ രാജൻ ജി, അമ്മ മായ രാജൻ. ഒരു സിസ്റ്ററുണ്ട്. അവർ മാരീഡ് ആൻഡ് സെറ്റിൽഡ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രാഹുൽ ആറിനെ കുറിച്ച് പറയാനുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഏറ്റവും ലാസ്റ്റ്, വീഡിയോയുടെ ലാസ്റ്റിന് ഞാൻ വെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കാണണം. എല്ലാ വീഡിയോകളിലും പറയുന്ന ഒരു 2-3 കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് വീടുകളിൽ കല്യാണപ്രായം എത്തിയ കുട്ടികൾ ഉള്ള സമയത്ത് അച്ഛനമ്മമാർക്ക് ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ, ഏതൊക്കെ, എങ്ങനെ നടത്തും, എന്തൊക്കെ ചെയ്യണം, ആരെ പോയിട്ട് കാണണം, എവിടെ രജിസ്റ്റർ ചെയ്യണം, പണിക്കരാറ്, അങ്ങനെ കുറേ അനവധി കാര്യങ്ങളുണ്ട് ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ മൊത്തത്തിൽ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടാവും. പണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ആരെങ്കിലും കാരണവന്മാരുണ്ടാവും, അവരത് നോക്കി പറഞ്ഞു കൊടുത്തോളും. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം ഡിസിഷൻ മേക്കേഴ്സ് എന്നൊക്കെ പറയുന്നത് വീട്ടിലെ 2-3 പേര് മാത്രമാണ്. അച്ഛൻ, അമ്മ, മകൻ അല്ലെങ്കിൽ മകൾ, ഇവരൊക്കെയാണ് ഡിസിഷൻ മേക്കേഴ്സ്. അപ്പോൾ ഒരു ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, കല്യാണപ്രായം എത്തിയ കുട്ടിയുമായി അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ നന്നായിട്ടൊന്ന് സംസാരിക്കണം. എന്താണ് ഈ നന്നായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കുട്ടിക്ക് കല്യാണത്തിനെ കുറിച്ച് പല അഭിപ്രായങ്ങൾ പറയാനുണ്ടാകും. അത് മൊത്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അതായത് ആ കുട്ടിക്ക് ജോബ് ലൊക്കേഷൻ ഇന്നതാണെങ്കിൽ നന്നായി, ഇത്ര ഹൈറ്റ് ഉണ്ടെങ്കിൽ നന്നായി, ഇന്ന നാട് ഇന്നതാണെങ്കിൽ നന്നായി. ചിലർ പറയും കേരളം മാത്രം മതി, ചിലർ പറയും ബാംഗ്ലൂർ മാത്രം മതി. അപ്പം അങ്ങനെയൊക്കെ പറയുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഇതെല്ലാം നന്നായി മനസ്സിലാക്കുക, അല്ലെങ്കിൽ നന്നായി ഇതെല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ കഴിയുന്നതും മറ്റുള്ള രക്ഷിതാക്കളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ വക കാര്യങ്ങളൊക്കെ അത്യാവശ്യം മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അല്ലാണ്ട് വെറുതെ അപ്പുറത്തുള്ള രക്ഷിതാക്കളുമായിട്ട് സംസാരിച്ച് സമയം കളയരുത്. ഒരു പരിധി വരെ 100% മീറ്റ് ആവില്ല, ഒരു പരിധി വരെയൊക്കെ ഓക്കെ ആണോ എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അതിനുശേഷം ദൈവവിശ്വാസികളാണെങ്കിൽ തീർച്ചയായിട്ടും കുടുംബക്ഷേത്രം, അല്ലെങ്കിൽ ധർമ്മദൈവങ്ങൾ, അല്ലെങ്കിൽ നാഗങ്ങൾ, വെളുത്തങ്കാവ്, അങ്ങനെയൊക്കെ പല രൂപത്തിലും നമ്മളുടെയൊക്കെ തറവാടുകളിൽ ദൈവികമായിട്ടുള്ള സാന്നിധ്യങ്ങൾ ഉണ്ടാകാം. അവരൊക്കെ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. അടുത്തത്, പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കലാണ് അടുത്ത പണി. പലരും ആവശ്യത്ത് കൂടുതൽ കാര്യങ്ങൾ എഴുതി വെക്കാറുണ്ട്. ചിലർ വേണ്ട കാര്യങ്ങൾ എഴുതില്ല, എല്ലാം എഴുതും, കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടാവില്ല.
ചിലർ പേടിപ്പെടുത്തുന്ന രീതിയിൽ എഴുതും. എന്താണ് ഈ പേടിപ്പെടുത്തുന്ന രീതിയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 7 ചൊവ്വ, കുജദോഷം, രാഹുദോഷം, എന്തൊക്കെ എഴുതി പിടിപ്പിക്കാൻ പറ്റുമോ നമ്മളുടെ കുട്ടികളുടെ പ്രൊഫൈലിൽ എന്തൊക്കെ മറ്റുള്ളവർ കാണുന്ന സമയത്ത് പേടിച്ചു പോകുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിക്കും. അത് കഴിയുന്നത് ഒഴിവാക്കണം. ജാതകത്തിന്റെ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. അത് കഴിയുന്നത്ര കുറച്ച് എഴുതാൻ ശ്രമിക്കണം. കാരണം നിങ്ങളൊരു ജ്യോതിഷ പണ്ഡിതന്റെ പോലെ അങ്ങ് എഴുതി വെക്കരുത്. അതിൽ വായിക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പോൾ ജാതകത്തിന്റെ കാര്യം വളരെ കുറച്ച് എഴുതാൻ ശ്രമിക്കുക. അടുത്തത് എഡ്യൂക്കേഷൻ എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് എവിടെ നിന്ന് പാസ്സായി. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും അതിൻ്റെതായിട്ടുള്ള വിലകളും കാര്യങ്ങളും ഉണ്ട്. IIT ചെന്നൈ എന്നാണെങ്കിൽ തീർച്ചയായിട്ടും IIT ചെന്നൈ എന്ന് തന്നെ കാട്ടണം. അല്ലാണ്ട് ബിടെക് പാസ്സായി ചെന്നൈ എന്ന് പറഞ്ഞിട്ട് എഴുതിയോണ്ട് കാര്യമില്ല. ചെന്നൈയിൽ ധാരാളം യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ IIT എന്നാണെന്നുള്ളത് പ്രത്യേകം തന്നെ പറയണം. അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, ഏത് കോളേജ് ആയിക്കോട്ടെ, കൃത്യമായിട്ട് അത് പറയാൻ ശ്രമിക്കണം. എന്നാലാണ് വായിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അടുത്തത് ജോലി എവിടെയാണ്. ജോലി പലപ്പോഴും മൾട്ടിനാഷണൽ കമ്പനികളായിരിക്കാം, ചിലപ്പോൾ സാധാരണ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളായിരിക്കാം, ചിലപ്പോൾ ഓൺ ബിസിനസ് ആവാം. എന്തായിക്കോട്ടെ അത് കൃത്യമായിട്ട് എഴുതുക. അതേപോലെ എത്ര സാലറി കിട്ടുന്നുണ്ട് എങ്കിൽ അതും തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യാം. വളരെ കുറഞ്ഞ രീതിയിലൊന്ന് അണച്ചാൽ ഓൺ റിക്വസ്റ്റ് എന്ന് വെച്ചാൽ മതി. കാരണം ആൾക്കാർ ചോദിച്ചോളും. നല്ല ഒരു സാലറി ഒക്കെയാണ് കാട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതായത് കാട്ടണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. സാലറി കാട്ടണം. കാരണം പെൺകുട്ടിക്ക് ചിലപ്പോൾ കൂടുതൽ സാലറി ഉണ്ടാകാം, ആൺകുട്ടിക്ക് കുറവാണെങ്കിൽ സാലറി നോക്കിയിട്ടാണോ കല്യാണം കഴിക്കണമെന്നൊക്കെ ചിലർ എന്നോട് വലിയ ഇതൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. ഞാൻ അവരോടൊക്കെ പറയുന്ന കാര്യം വളരെ ശരിയാണ് ആ പറയുന്നത്. പക്ഷെ എല്ലാവരും അങ്ങനെ ആലോചിച്ചോളണം എന്നില്ല. കാരണം അത് പെൺകുട്ടിക്ക് കൂടുതൽ സാലറി, ആൺകുട്ടിക്ക് കുറഞ്ഞ സാലറി ഒക്കെ ആണെങ്കിൽ ഇവർ വിവാഹത്തിന് ശേഷം വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ ചില ഈഗോ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ധാരാളം ചാൻസുകളുണ്ട്. അത് കൃത്യമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ മനസ്സിലാക്കി വെക്കണം. നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. പക്ഷെ അതിൻ്റെ പേരിൽ ഒരു വഴക്ക്, ബഹളം, അല്ലെങ്കിൽ അവൾക്ക് ശമ്പളം കൂടിയതിൻ്റെ കുഴപ്പമാണ്, ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ വീട്ടിലുണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത് ചോദിക്കണം എന്ന് പറയുന്നത്. സാലറി കൃത്യമായിട്ട് കാട്ടുക. സാലറി എഴുതുന്ന സമയത്ത് തന്നെ ഓഫർ ലെറ്ററിൽ പറഞ്ഞിട്ടുള്ള സാലറി ആയിരിക്കണം കാട്ടേണ്ടത്. ചിലപ്പോൾ 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 25 ലക്ഷം രൂപ സാലറി ഉണ്ടെങ്കിൽ CTC, കോസ്റ്റ് ടു കമ്പനി എന്ന് പറഞ്ഞ് കാട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതന്നെ കാട്ടണം. ഇൻ അഡീഷനായിട്ട് ചിലപ്പോൾ ഇൻസെൻറ്റീവ് ഉണ്ടാകാം, ബോണസ് ഉണ്ടാകാം, ഇതൊക്കെ കാട്ടണം. ഇതൊക്കെ സാലറിയുടെ പാർട്ടാണ്. അപ്പോൾ വായിക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയണം. തരക്കടില്ല, ഇത്രയൊക്കെ സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇത്രയാണ് ക്വാളിഫിക്കേഷൻ, ഇന്ന കോളേജിൽ നിന്നാണ് പഠിച്ചിരിക്കുന്നത്, ജാതകത്തിനെ പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും അതിൽ കാട്ടിയിട്ടില്ല. പലരും എഴുതുന്ന കാണാം അത് ചേരില്ല, ഇത് ചേരില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നും കഴിയുന്നതും എഴുതാതിരിക്കുക. ജ്യോതിഷം പൂർണ്ണമായിട്ടും നമ്മളായിട്ടൊന്നും പറയരുത്, ഒരു മുൻവിധി നടത്തരുത്. നമ്മൾ കൃത്യമായിട്ട് ജ്യോതിഷൻ്റെ അടുത്ത് പോയിട്ട് നോക്കണം. അല്ലാതെ നമ്മളായിട്ട് ആ നാള് ചേരില്ല, ഈ നാള് ചേരില്ല, നമ്മളൊരു ജ്യോതിഷ പണ്ഡിതനാവരുത് ഒരു കാരണവശാലും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രൊഫൈൽ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നല്ല ഒരു മാട്രിമോണി സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. എന്താണ് ഈ നല്ല മാട്രിമോണി സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ആരെങ്കിലും ഒരു 1-2 പേരെങ്കിലും ഒരു നല്ല അഭിപ്രായം പറയുന്ന സൈറ്റുകളാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അവിടെ പോയിട്ട് ജോയിൻ ചെയ്യുക. ഇനി എവിടെ ജോയിൻ ചെയ്യുമ്പോഴായാലും തീർച്ചയായിട്ടും അവരുമായിട്ട് ചോദിക്കുക എന്തൊക്കെയാണ് നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. പലർക്ക് രജിസ്ട്രേഷൻ ഉണ്ടാകും, കല്യാണം ശരിയായി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. ചിലർക്ക് രജിസ്ട്രേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ,
ചിലർക്ക് ഇത്ര മാസത്തേക്ക് ഇത്ര രൂപ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ പലർക്കും പല തരത്തിലാണ്. അപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് വിളിച്ചാൽ ഫോൺ എടുക്കാതിരിക്കുക അങ്ങനെയെന്നുള്ളൊരു ഏർപ്പാടിലേക്ക് പോകരുത്. അപ്പോൾ നന്നായിട്ട് സംസാരിക്കുക, എന്തൊക്കെയാണ് അവരുടെ എല്ലാ കണ്ടീഷനും കാര്യങ്ങളും അതൊക്കെ നിങ്ങൾക്ക് സ്വീകാര്യമാണോ എന്ന് ഉറപ്പുവരുത്തുക. സ്വീകാര്യമാണെങ്കിൽ അവിടെ ജോയിൻ ചെയ്യുക. അടുത്തത്, ഏതെങ്കിലും ഒരു പ്രൊഫൈൽ കിട്ടിക്കഴിഞ്ഞു, പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടു, ആൺകുട്ടിയുടെ ഫോട്ടോ കണ്ടു, രണ്ടു പേർക്കും ഓക്കെയാണ്, രണ്ട് ഫാമിലിക്കും ഓക്കെ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികൾ തമ്മിൽ നന്നായിട്ടൊന്ന് സംസാരിക്കണം. വാട്സാപ്പ് ചാറ്റിൽ കൂടെ ഒരു 10-15 ദിവസമെങ്കിലും ഇവർ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യണം. ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ മുന്നോട്ട് പോകാവൂ. ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് വെച്ച് കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. വീട്ടിൽ വെച്ച് കാണലല്ല. വീട്ടിൽ വെച്ച് പെണ്ണ് കാണൽ ചടങ്ങൊക്കെ നടക്കട്ടെ, പക്ഷെ അതിൻ്റെ മുന്നേയായിട്ട് പുറത്ത് വെച്ച് കാണണം. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട 4-5 കാര്യങ്ങളുണ്ട്. തുടക്കത്തിൽ തന്നെ ചോദിക്കണം, വല്ല ലവ് അഫെയർ വല്ലതും ഉണ്ടോ ലൈവായിട്ട്. ഉണ്ടെങ്കിൽ അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യണം. ഇല്ല എന്ന് പറഞ്ഞാൽ ഫർദർ മുന്നോട്ട് പോവുക. പോയി കഴിയുമ്പോൾ ചോദിക്കണം കുടുംബ പാരമ്പര്യം, അതായത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അച്ഛൻ്റെ വിദ്യാഭ്യാസം എന്താ, അമ്മയുടെ വിദ്യാഭ്യാസം എന്താ, അവരെവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നു, സഹോദരങ്ങൾ എന്തൊക്കെയാണ്, വീടെവിടെ, നാടെവിടെ, ഈ എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും ചോദിക്കണം. അത് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ, എവിടെയാണ് പഠിച്ചത്, എന്താ ഏത്, അവരുടെയൊക്കെ കോളേജിൻ്റെ വെബ്സൈറ്റൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി ഇതൊക്കെ ശരിയാണെന്നൊന്ന് ഉറപ്പ് വരുത്തുക. അടുത്തത്, മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും ചോദിക്കണം. പലരും ഇന്നത്തെ കാലത്ത് ചെറിയ ചെറിയ അസുഖത്തിന് പോലും മെഡിസിൻ കഴിക്കുന്നുണ്ടാകും. അതിനൊരു തെറ്റായിട്ട് കാണേണ്ട കാര്യമില്ല, മറിച്ച് അറിഞ്ഞിരിക്കുക. അടുത്ത കാര്യം, അമിതമായ ബാങ്കിങ് ലോൺസ്, ബാങ്കിൽ നിന്ന് എത്ര കടമെടുത്തിട്ടുണ്ട് എന്നുള്ളത് അന്വേഷിക്കണം. ചിലപ്പോൾ വീട് വെക്കാനായിരിക്കും എടുത്തിട്ടുണ്ടാവുക, അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ അതിനെ ഒരു നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യമില്ല. ചിലർക്ക് വെഹിക്കിൾസിനോടായിരിക്കും ഭയങ്കര ക്രേസി ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ആദ്യം ഒരു ബൈക്ക് എടുക്കും, പിന്നെ ഒരു കാർ വാങ്ങിക്കും, പിന്നെ ആ കാറിനെ മാറ്റി വേറൊരു കാറാക്കും. അപ്പോൾ ഇതിനൊക്കെ ലോൺ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്കൊക്കെ ഓക്കെ ആണെങ്കിൽ അത് ഫർദർ മുന്നോട്ട് കൊണ്ടുപോവുക. കുട്ടികൾ ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് തീർച്ചയായിട്ടും ഉണ്ടാവണം. അതിനുശേഷം മാത്രമേ പെണ്ണ് കാണൽ ചടങ്ങിലേക്കൊക്കെ പോകാവൂ. പെണ്ണ് കാണൽ ചടങ്ങിൽ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ചോദിച്ച് ഉറപ്പ് വരുത്തുക. നല്ല കമ്മ്യൂണിക്കേഷൻ, അച്ഛൻ അമ്മ കുട്ടികൾ തമ്മിൽ എല്ലാവരും നല്ല കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ നടത്തി നല്ല ഒരു കംഫർട്ട് സോണിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രം ഫർദർ മുന്നോട്ട് പോവുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കാണുന്ന ചില ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ദാമ്പത്യ ജീവിതം വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് കാണാം. പാരൻസിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ റിട്ടയർഡ് ലൈഫ് സ്വസ്ഥമായിട്ട് ഇരുന്ന് അവർ വളരെ ഹാപ്പി ആയിട്ട് ഇരുന്ന് മുന്നോട്ട് പോകുന്ന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഗുണവശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മംഗളാശംസകൾ. നന്ദി, നമസ്കാരം. ജയശങ്കർ, വള്ളൂരാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം.